ഇപ്പൊ ബാക്കിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഇതൊക്കെ പെട്ടിയൊക്കെ പെറുക്കി കെട്ടി എങ്ങോട്ടാ ഉണ്ണി? പക്ഷെ ഇത് ക്യാമ്പിംഗ് ട്രിപ്പ് അല്ല ഗൈസ്. ഞങ്ങൾ അമ്മൂമ്മയുടെ 150 വർഷത്തിന് മേൽ പഴക്കമുള്ള തറവാട്ടിൽ അൻപൊലിക്ക് പോവാണ്. ചെട്ടികുളങ്ങര സ്ഥലം ഏതായിരുന്നത്? കണ്ണമംഗലം. ചെട്ടികുളങ്ങര അമ്പലത്തിന് തൊട്ടടുത്തായിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാം അമ്മയൊക്കെ വരുന്നതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആദ്യമേ പോവാം. അതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, എന്താ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. വളരെ കുലുങ്ങി പോകുന്ന കാരണം വീഡിയോയും ഷേക്ക് ആവുന്നുണ്ട്. കണ്ടോ, വളരെ പഴയ രീതിയിലുള്ള കടകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. തനി ഗ്രാമപ്രദേശം. ആ പാടത്തിന്റെ അറ്റത്താണ് നമ്മുടെ തറവാട്. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ ഉണ്ണി? ഞങ്ങളുടെ വെൺമണി ഇതേപോലെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. വെൺമണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്തോളൂ നമ്മുടെ സ്ഥലം എത്ര സൂപ്പറാണെന്ന്. ഒരു പയ്യൻ ദേ പിള്ളേരുടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്തേക്ക. ആഹാ, ഞങ്ങളുടെ വെൺമണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? വികസനവും ആ പ്രകൃതി ഭംഗിയും പ്രകൃതി രമണീയതയും ഒക്കെ മിക്സ്ഡാ. ഭയങ്കര സൂപ്പർ ഭംഗിയാ. ദേ നമ്മളെത്തി. ഇതാണ് നമ്മുടെ അമ്മൂമ്മയുടെ 150 വർഷത്തിന് മേൽ പഴക്കമുള്ള തറവാട്. ഇതിന്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് അത്രയും സൂം ചെയ്ത് കാണിക്കാനായിട്ട് അറിയത്തില്ല. എന്താ അതിനകത്തില്? പഴയ കൊത്തുപണി കണ്ട ഭംഗിയാ നോക്കിയേ. ഒരുപാട് പണി ചെയ്യണം ഇതിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഉണ്ണി ഇതാരാ ഉണ്ണി? ഇതല്ലേ അപ്പൂപ്പനും അമ്മൂമ്മയും? അതായത് ഓമനമ്മയുടെ അച്ഛനും അമ്മയും. ആ, അമ്മൂമ്മയുടെ അച്ഛനും അമ്മയാണ് ഇത്. ഇതിൻ്റെ ലോക്കൊക്കെ തന്നെ കണ്ടോ, പഴയ ലോക്ക്. ഇവിടെ താമസമൊന്നും ഇല്ലാത്ത വീടാണ്. എല്ലാ വർഷവും നമ്മൾ അൻപൊലി നടത്താറുണ്ട്. അപ്പോൾ ആ അൻപൊലിക്ക് വരുമ്പോൾ വൃത്തിയാക്കി ഇട്ടിട്ട് പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മഴയത്ത് കാറ്റത്തൊക്കെ. ഞങ്ങൾക്കും അറിയില്ല, ഇപ്പോൾ തുറക്കുമ്പോൾ കാണാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും വീഡിയോ കോളിലും ഉണ്ട്. അത് കാണാനായിട്ട് എന്ത് പറ്റി, എന്താണ് അവസ്ഥ എന്ന് കാണാനായിട്ട് തുറന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമാണ് വന്നത് ഇത് കണ്ടിട്ട്. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നില്ല. ഇതിപ്പോൾ വല്ലാത്തൊരു വിഷമമായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനി എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിലാണ്. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്താ അമ്മൂമ്മ പരിപാടി ഇവിടെ? എന്താ പരിപാടി? പിന്നെ ദേവി അൻപതി നടത്താൻ പോവാണ്. ദേവി വരുന്നുടനെ അതിന്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് അവലും പഴവും കട്ടൻ കാപ്പിയും കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്, ചുക്ക് കാപ്പി. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ്. അവര് നമ്മൾ അവിടെ നനച്ചു കൊണ്ടുവന്നു, അത് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നു.
അപ്പോൾ രാത്രി ഒരു 2 മണിയാവും വരുമ്പോൾ. ആ, ഇത് പണ്ട് മുതലേ ഉള്ള ഒരു അത് എത്ര വർഷമായിട്ട് അമ്മൂമ്മ ഇത് തന്നെയല്ലേ? അമ്മമ്മയ്ക്ക് ഓർമ്മയായ കാലം മുതലുണ്ട്. ആ, അൻപലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. അപ്പോൾ അങ്ങനെ രാത്രിയായപ്പോൾ എല്ലാവരും അൻപലിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. ഇപ്പോൾ ദേ എല്ലാവരും എത്തി, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുക. ഇത് ചെട്ടികുളങ്ങര അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പറയും, എല്ലാം നിരത്തി വെക്കും. ദേവി ഇവിടെ വന്ന് ജീവതയിൽ വന്ന് തുള്ളി ഈ പറ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇതെല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. അത് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. രാത്രി 2 മണിയൊക്കെ ആവും ദേവി ഇവിടെ എത്തുമ്പോൾ തന്നെ. അത് എത്ര അൻപൊലി ഇടുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ 3 അൻപൊലിയാണ്. അപ്പോൾ അതിൽ നെല്ല്, അവല്, അരി, മലര്, പഴം ഇതാണ് നിരത്തി വെച്ചിരിക്കുന്നത്. അമ്മൂമ്മ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അമ്മൂമ്മയ്ക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. അമ്മൂമ്മ ജനിച്ച് വളർന്ന വീടല്ലേ, അതുകൊണ്ടായിരിക്കണം. ദേവി വരുമ്പോൾ ഇതുപോലെ നമ്മൾ താലപ്പൊലിയൊക്കെ ആയിട്ടാണ് വരവേൽക്കുന്നത്. ഇതുവഴി ദേവി ഇങ്ങനെ ഒരു 2-3 തവണ ഇപ്പോൾ രാത്രി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഓരോ വീടുകളിലും പറയെടുത്തിട്ട് ഈ വഴി തന്നെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അൻപൊലി. ഇത്രയും വർഷം പഴക്കമുള്ള വീട്ടിലെ അൻപൊലി.